അവൻ വിളിച്ചത് പൃഥ്വിയാണ്. മോളെ, പൃഥ്വിയോ? ശോഭയുടെ മകനാണ് കിരൺ. ഞാൻ ഭയന്നത് സത്യമായിരിക്കുന്നു. ഹലോ, താനിത് എവിടെയാ? സാറ് തിരക്കുന്നുണ്ടായിരുന്നു. എന്നെ പോലീസ് പിടിച്ചു. അണ്ടർ കവർ ടീമായിരുന്നു പിടിച്ചത്. എന്നെ കൊന്നുകളയാൻ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയപ്പോ ഭാഗ്യത്തിന് ഞാൻ രക്ഷപ്പെട്ടതാ. എന്നെ അന്വേഷിച്ച് അവർ പുറകെ വരുന്നുണ്ട്. എനിക്ക് ഒളിക്കാൻ ഒരു സ്ഥലം വേണം. നീ സാറിനോട് പറഞ്ഞ് വേഗം എന്തെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്താ. ഒന്ന് ഹോൾഡ് ചെയ്യ്, ഞാൻ സാറിനോടൊന്ന് സംസാരിക്കാം. ശരി, പെട്ടെന്ന് വേണം. ഇതൊന്നും കേൾക്കുന്നില്ലല്ലോ. വെയിറ്റ്. നീ എക്സിന്റെ അടുത്തേക്ക് ചെന്നാ മതിയെന്നാ സാറ് പറഞ്ഞത്. ആ, ഓക്കെ. അവൻ ഉടനെ എക്സിനെ വിളിക്കും, അല്ലെങ്കിൽ അടുത്തേക്ക് പോകും. എക്സ് ആരാണെന്ന് അറിയാനുള്ള ഏറ്റവും നല്ല അവസരം ഇത്. ഹലോ പൃഥ്വി, നീ ഇനി നമ്മളെ ആളെ പോലീസിന് രക്ഷിക്കാൻ നടക്കണ്ട. അവൻ അണ്ടർ കവർ ടീമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. ആണോ? അതൊരു നല്ല വാർത്തയാണല്ലോ. ആ, അപ്പോ നമുക്ക് അണ്ടർ കവർ ടീമിന്റെ ഡീറ്റെയിൽസും അവന്റെ കയ്യിൽ നിന്ന് കിട്ടുമല്ലേ? ആ പ്രതീക്ഷ എനിക്കുണ്ട്. ഞാൻ പക്ഷെ സ്ഥലത്തില്ല. അതുകൊണ്ട് ഇന്ന് അവനെ നീ നോക്കണം. അവൻ നിന്നെ വിളിക്കും. അവന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്താൽ മാത്രം മതി. ഇന്ന് ഞാൻ ലോക്കാണ്. എനിക്ക് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നിന്നോട് ഈ രീതിയിലൊന്നും സംസാരിക്കരുതെന്നൊരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നീ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. എന്റെ സാഹചര്യം ഞാൻ പറയാതെ വേറെ ആര് പറയും? ഇന്നിപ്പോ എന്തിന്റെ പേരിലായാലും എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും എനിക്ക് വരാൻ പറ്റില്ല. ഓക്കെ, നീ പുറത്തിറങ്ങണ്ട. അവൻ വിളിക്കുമ്പോ നീ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് കൊടുത്താൽ മതി. ശരി. എന്താ, പുറത്തു പോകാനാണോ പ്ലാൻ ഇടുന്നേ? ഇല്ല, ഞാനേ എങ്ങും പോവാൻ പോകുന്നില്ല. ഇവിടെ തന്നെ ഉണ്ടാവും. പോരെ? എന്നാലേ ഞാൻ ചെന്ന് ഫുഡ് എടുത്തു വെക്കാം. ശരി, ഞാൻ പോയി ഫ്രഷ് ആയിട്ട് വരാം. അവൻ എന്താ എക്സിനെ വിളിക്കാത്തത്? അവനയാളെ നേരിട്ട് കാണാൻ പോവായിരിക്കും. അതെ, അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായി. എന്തായാലും നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം.
ഹലോ സാർ ഞാൻ ഡ്രൈവറാ. സാറിന്റെ കയ്യിൽ ബാഗ് എന്നിട്ട് പോയി. അപ്പൊ തന്നെ എന്നെ പോലീസ് പിടിച്ചു. ഞാനിപ്പോ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടാണ് വിളിക്കുന്നത്. ഞാൻ അറിഞ്ഞു, എനിക്ക് കോള് വന്നിരുന്നു. എനിക്ക് ഒളിക്കാൻ ഒരിടം വേണം. മേനോൻ സാർ സാറിനെ വിളിക്കാന്നാ പറഞ്ഞത്. ശരി, നിങ്ങളിപ്പോ എവിടെയാ ഉള്ളേ? ഞാൻ സാറിന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്റെ വീടിന്റെ അടുത്തോ? തൽക്കാലം ഒളിച്ചിരിക്കാനേ ഞാനൊരു സ്ഥലം തരാം. ആ. അത് കഴിഞ്ഞ് പുറത്തെവിടെയെങ്കിലും സേഫായ ഒരു സ്ഥലം സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് മാറ്റാം. മതി, അങ്ങനെ മതി. എന്റെ വീടിന്റെ ഗേറ്റ് കടന്ന് അകത്ത് കയറിയാല് റൈറ്റ് സൈഡിൽ ഒരു ഗരാജ് കാണും. തൽക്കാലം അതിൻ്റെ അകത്ത് ഇരുന്നു. ആ, ഓക്കെ സാർ. ശരി. അവൻ വിളിച്ച നമ്പർ ചെക്ക് ചെയ്തോ? ലൊക്കേഷൻ നോക്കണം. അവൻ വിളിച്ചത് പൃഥ്വിയെയാണ്. മോളെ, പൃഥ്വി. പൃഥ്വിയോ? ഇനി ഒരു പെണ്ണിന് നേരെയും നിന്റെ കയ്യെന്നല്ല നോട്ടം പോലും വീണു പോരുത്. ദുർഗ, പൃഥ്വി. അപ്പൊ ഇത്രയും നാൾ നമ്മൾ അന്വേഷിച്ചിരുന്ന എക്സ് പൃഥ്വിയാണല്ലേ?